നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. ഇനി അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പത്മകുമാറിൽ അവസാനിച്ച് നിൽക്കുന്നു അറസ്റ്റുകളുടെ എണ്ണം. ഉന്നതരിലേക്ക് പോകുമോ? ഹൈക്കോടതി പറഞ്ഞ വമ്പൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകുമോ? അറസ്റ്റ് പോകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. ഏതാനും പ്രതികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. 4ാം പ്രതി മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ, 6ാം പ്രതി എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. സ്വർണ്ണ കവർച്ചയുടെ വൻ തോക്കുകളുടെ പങ്കും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയിൽ കവർന്ന കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഒരു ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതിയെ കൊല്ലത്ത് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. വിധി പറയാൻ 12ലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജനാണ് ഹാജരായത്. ചോദ്യം ചെയ്യലിൽ പത്മകുമാറിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണോ എന്നും അന്വേഷണ സംഘം തീരുമാനിക്കും. ആവശ്യമെങ്കിൽ ഇതിന് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് വിവരം. അതേസമയം വാസുവിന്റെ റിമാൻഡ് വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത് 22 വരെ നീട്ടിയിരിക്കുകയാണ്. വാസുവിന്റെ ജാമ്യ ഹർജി കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി 15-ന് പരിഗണിക്കും. കട്ടിളപ്പാളി കേസിൽ 5ാം പ്രതിയും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലെ 3ാം പ്രതിയുമായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ പത്മകുമാർ, N വാസു ഒരേ സമയം കോടതി മുറ്റത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇരുവരും പരസ്പരം കണ്ട ഭാവം പോലും നടിച്ചിരുന്നില്ല. പത്മകുമാറിനെ കോടതിയിൽ നിന്ന് ഇറക്കിയപ്പോഴായിരുന്നു വാസുവിനെ കൊണ്ടുവന്നത്. വാസു വാഹനത്തിൽ നിന്നിറങ്ങുമ്പോൾ പോലീസ് ജീപ്പിന് മുന്നിൽ നിൽക്കുകയായിരുന്നു പത്മകുമാർ. കോടതി പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ കോടതി വളപ്പിലേക്ക് കയറാൻ അനുവദിക്കാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ആരൊക്കെയാണ് ഇനി അറസ്റ്റിലാവുക? ആരിലേക്കാണ് അന്വേഷണം നീളുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിലവിൽ ഉയരുകയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളി വാർത്തയോട് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തള നിർണായകമായ ചില പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അറസ്റ്റുകൾ ഉണ്ടാവും ഇങ്ങനെ പറയുന്നു. അനന്തമായിട്ട് നീണ്ടുപോവുകയല്ലേ ഇത്? വാസ്തവത്തിൽ SITയുടെ കാലാവധിയും കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാരുടെ അറസ്റ്റുകൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ 2019 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. അറസ്റ്റ് അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ആ തരത്തിലാണ് നിലപാട്. അതാണ് വളരെയധികം സംശയം ഉണ്ടാക്കുന്നതും SITയുടെ ആ എഫിഷ്യൻസിയെ പറ്റിയുള്ള സംശയങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പരുവത്തിൽ നിന്ന് തടശിലയിൽ തട്ടിയ നദി എന്നതുപോലെ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിന്റെ ഒഴുക്ക്. എന്ന് മാത്രമല്ല, ആ അന്വേഷണത്തിന്റെ ഒഴുക്ക് വളരെ മന്ദഗതിയിലുമാണ്. ഇതെല്ലാവരും നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കോടതി ഇതിൽ തൃപ്തരാണ് എന്ന് കോടതി അറിയുന്നതായിട്ടാണ് പറയുന്നതായിട്ടുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പക്ഷേ വളരെ അതൃപ്തികരമാണെന്നാണ് മാധ്യമ ചർച്ചകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന പഴയ ശബരിമല കമ്മീഷണറായിരുന്ന IPS ഉദ്യോഗസ്ഥൻ പറയുന്നതും. അവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നത് വെറും അതിന്റെ ഒരു വലിയ ഒരു ഹിമപാളിയുടെ ഉപരിതലം മാത്രമാണ്. അതിന്റെ ആഴങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര അതുപോലെ തന്നെ അന്താരാഷ്ട്ര ആന്റിക് പ്രോപ്പർട്ടി കള്ളക്കടത്ത്, ഇതുമായിട്ടൊക്കെ ഉള്ള മാനങ്ങൾ അതിനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിലൊക്കെ താല്പര്യം ജനിക്കുന്നതും എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ അന്വേഷണങ്ങളിലൂടെ മാത്രമേ, അതിലുള്ള സംശയങ്ങൾ മാത്രമാണതെങ്കിൽ അത് ദൂരീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോ ഈ സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഞാൻ പറയുന്ന അറസ്റ്റുകളല്ല, കൂടുതൽ അന്വേഷണങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന പരിപാടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, എപ്പോഴും അങ്ങനെയാണ്, ഈ ചോദ്യം ചെയ്യലിലൂടെയാണ് കൂടുതൽ തെളിവുകൾ നമുക്ക് പുറത്തു കിട്ടുക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോ പത്മകുമാറിൽ ആരംഭിച്ച് പത്മകുമാറിൽ അവസാനിച്ചിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഒരു കീ എലിമെന്റ് ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ
ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടും മുൻ MLA ആയിട്ടും ഒക്കെ ഇരുന്ന ഒരു കീ പോസ്റ്റിൽ ഇരുന്നിട്ടുള്ള ആളെന്നുള്ള നിലയിൽ അതൊരു നല്ല ക്യാച്ച് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കും കൂടി പോകേണ്ട മാനങ്ങൾ ഇതിനുണ്ടെന്ന് പറയുമ്പോൾ ഒരു MLA മാത്രം ഒതുങ്ങുന്നതല്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇതിലുള്ള പങ്ക് എന്ന് നമുക്ക് വ്യക്തമായിട്ടും അത് അംഗീകരിച്ചേ മതിയാവും. അത് അങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളിൽ സംശയം ഉത്പാദിപ്പിക്കുന്ന മറ്റൊന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായിട്ടുള്ള പത്മകുമാർ, അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള ഒരു നടപടിയും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും തടി തപ്പാനുമാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും വളരെയധികം സംശയം ഉളവാക്കുന്നതാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അറസ്റ്റുകൾ നടത്താത്തത് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് കഴിയുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നാളെ കസ്റ്റഡിയിലെടുത്ത്, അറസ്റ്റെന്ന് ഞാൻ പറയുന്നില്ല, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ദിവസത്തിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നതെങ്കിൽ എന്തായാലും അന്വേഷണത്തിന്റെ മാനം അങ്ങോട്ട് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കാരണം സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആന്റിക് മെർച്ചന്റുമായിട്ട് ഇവർക്ക് ബന്ധം ഉണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് കോടതി തന്നെയാണ്, അല്ലേ? കോടതി തന്നെയാണ് ഇത് പറഞ്ഞത്. കോടതി തന്നെയാണ് ആദ്യമായിട്ട് ആ ചോദ്യം ഉന്നയിച്ചതും സംശയം പ്രകടിപ്പിച്ചത്. അപ്പൊ കോടതിക്ക് ഇങ്ങനെ നിരീക്ഷിക്കാനേ കഴിയൂ. അന്വേഷണം നടത്തേണ്ടത് ആരാണ്? കോടതി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന SIT ആണ്. ഗവൺമെന്റ് അല്ല അദ്ദേഹത്തെ SIT-യെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോടതി തന്നെയാണ്. അതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ കോടതിക്ക് തന്നെ അതിന് ഉത്തരവ് നൽകാൻ പറ്റൂ, ഗവൺമെന്റിന് അല്ല പറ്റുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുകയാണ്. എന്ന് മാത്രമല്ല, പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അദ്ദേഹത്തിന് ഈ ദ്വാരപാലക പാളികളില് നടന്ന കള്ളക്കടത്തിനും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇതില് ഞാൻ ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് നിരപരാധിയാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് 2019 സന്നിധാനത്ത് നിന്ന് ഈ പ്രോപ്പർട്ടികൾ കടത്തിക്കൊണ്ടുപോകുവാൻ ആരാണ് അനുവാദം കൊടുത്തത്? തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് മന്ത്രിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ശബരിമല മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എല്ലാവിധമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും നടത്തേണ്ടതും നിർവഹിക്കേണ്ടതും ശബരിമല സന്നിധാനത്ത് തന്നെയാണ്. അപ്പൊ ചോദ്യം ചെയ്തതിൽ തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എവിടേക്കും കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ദേവഹിതമനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതും കൂടാതെ PS പ്രശാന്തിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്നൊരു ചോദ്യം കൂടി വരുന്നു. കാരണം ഇതൊക്കെ നിലവിലിരിക്കെ, ഈ നിയമങ്ങളൊക്കെ നിലവിലിരിക്കെ ആ പ്രശാന്തിന്റെ കാലത്ത് തന്നെയാണ് ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകുകയും അത് വേഗം വേണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. അപ്പൊ എന്തുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ വലിയ ചോദ്യങ്ങളായിട്ട് തന്നെ, നിസ്സാര ചോദ്യങ്ങളല്ല, വളരെ യുക്തിഭദ്രമായിട്ടുള്ള ചോദ്യങ്ങളായിട്ട് തന്നെ പബ്ലിക് ഡൊമൈനിൽ, അതായത് പൊതുമണ്ഡലത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് അങ്ങോട്ട് പോകുന്നില്ല. ചോദ്യം ചെയ്യലിന്റെ ശൃംഖല അങ്ങോട്ട് നീങ്ങുന്നില്ലെന്നുള്ളത് തീർച്ചയായിട്ടും സംശയം, പൊതുജനങ്ങളുടെ സംശയം, ഇത് പൊതുജനങ്ങളുടെ ആണല്ലോ. കാരണം ജാതി മത രഹിതമായ സർവമത നിരപേക്ഷമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. അപ്പോ ഇത് കോടതിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, അവിടുത്തെ ഭക്തലക്ഷങ്ങൾക്കും അതിന്റെ ശബരിമല അയ്യപ്പന്റെ ആരാധകർക്കും ദർശനം നടത്താൻ പോകുന്നവർക്കും എല്ലാം ബോധ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആ ബോധ്യം ഇതുവരെ ഉണ്ടാകാൻ ഉള്ള തരത്തിലേക്ക് ഈ അന്വേഷണത്തിന്റെ ഫലം വന്നിട്ടില്ല. ഇപ്പോ കോടതി നിരീക്ഷിച്ച് വൻ തോക്കുകൾ ഉണ്ട് എന്ന ഹൈക്കോടതി നിരീക്ഷണം പോലും, അല്ലെ? അത് പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. നമുക്കിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരാഴ്ചക്കകം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിനിടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. പ്രധാനപ്പെട്ട കാര്യം, അതായത് BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യുമെന്നുള്ള ഒരു ഭീതിയെ തുടർന്ന്, അല്ലെങ്കിൽ മുൻവിധിയെ തുടർന്ന്, കോൺഗ്രസിനകത്ത് തന്നെയുള്ള മുസ്ലിങ്ങൾ സംഘടിച്ചിട്ട്
അവര് CPM-ന് വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം അവരുടെ മഹല്ലുകൾ വഴിയും മസ്ജിദുകൾ വഴിയും എടുത്തിട്ടുണ്ട്. ഇത് പൊതുവായിട്ടൊരു പ്രസ്താവന നടത്തി പറയുന്നുണ്ട്, രഹസ്യമായിട്ട് എടുത്തൊരു തീരുമാനം അത് നടപ്പാവുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ കാര്യം വളരെ പരിതാപകരമായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരുന്നത് BJP-യുടെ ശക്തി കുറയ്ക്കാനാണെങ്കിലും BJP-ക്ക് കുഴപ്പം വരില്ല. CPM-ഉം BJP-യും 1-2 സ്ഥാനങ്ങൾ പങ്കിടുന്ന ഒരു രീതി തന്നെയായിരിക്കും ഉണ്ടാവുക. കോൺഗ്രസ് ഇത്തരത്തിലേക്കും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, ഈ കൊട്ടിക്കലാശങ്ങളിലും അതുപോലെയുള്ള റോഡ് ഷോകളിലെങ്ങും കോൺഗ്രസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊന്നും ഈ പ്രാവശ്യം ആ സാന്നിധ്യം കാണാനില്ല. അവിടെ എല്ലാം സ്കോർ ചെയ്തിരിക്കുന്നത് CPM-ഉം BJP-യും മാത്രമാണ്. അത് വലിയൊരു മാറ്റമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.